Hi, welcome to Let's Learn Together. Cooperative Law, Chapter 4, Management of Cooperative Societies ആണ്. ഇതിൽ സെക്ഷൻ 27 മുതൽ 34 വരെയും റൂള് 29 മുതൽ 50 വരെയുമാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. ഇതിൽ നിന്നുള്ള 50 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ ആദ്യത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ പാർട്ട് 1 വീഡിയോയിൽ പറഞ്ഞിരുന്നു. ബാക്കി ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. പാർട്ട് 1 വീഡിയോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അതുപോലെ തന്നെ CSEB ജൂനിയർ ക്ലർക്കിൻ്റെ സിലബസ് വൈസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഓക്കെ. ഡാഷ് ഷാൾ ഫിക്സ് ദ മാക്സിമം ആൻഡ് മിനിമം ലിമിറ്റ് ഓഫ് ഇലക്ഷൻ എക്സ്പെൻസസ് ടു ബി സ്പെൻഡ് ബൈ സൊസൈറ്റി. സൊസൈറ്റി സ്പെൻഡ് ചെയ്യുന്ന ഇലക്ഷൻ എക്സ്പെൻസസ് അതിൻ്റെ മാക്സിമം മിനിമം ലിമിറ്റ് ഫിക്സ് ചെയ്യുന്നത് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ബി ആണ്. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷനാണ് ഫിക്സ് ചെയ്യുന്നത്. അവരാണ് ഒരു സൊസൈറ്റിയുടെ ഇലക്ഷൻ കോസ്റ്റ് അല്ലെങ്കിൽ ഇലക്ഷൻ ഫീ എത്രയാണെന്ന് തീരുമാനിക്കുന്നത്. അതുപോലെ തന്നെ ഇലക്ഷൻ എക്സ്പെൻസസിൻ്റെ ലിമിറ്റ് മാക്സിമം ആൻഡ് മിനിമം ലിമിറ്റും ഫിക്സ് ചെയ്യുന്നത് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷനാണ്. ഓക്കെ. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷനെ പറ്റി പറയുന്ന സെക്ഷൻ 28B റൂള് 35Bയിലാണ് ഇലക്ഷൻ കമ്മീഷനെ പറ്റിയിട്ട് പറയുന്നത്. ഗവൺമെൻറ് ഗസറ്റ് നോട്ടിഫിക്കേഷൻ വഴിയാണ് ഇലക്ഷൻ കമ്മീഷനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അവരാണ് എല്ലാ ഇലക്ഷനും കണ്ടക്ട് ചെയ്യുന്നത്. ഇലക്ഷൻ കമ്മീഷനാണ്. കോപ്പറേറ്റീവ് സൊസൈറ്റികളുടെ SCU, CCU, പിന്നെ പ്രസിഡൻറ്റ്, വൈസ് പ്രസിഡൻറ്റ്, റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡി എല്ലാ തരത്തിലുള്ള ഇലക്ഷനും നടത്തുന്നത് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷനാണ്. ഇലക്ഷൻ കമ്മീഷനിൽ നോട്ട് മോർ ദാൻ 3 മെമ്പേഴ്സാണ് ഉള്ളത്. 3 പേരിൽ കൂടാത്ത മെമ്പേഴ്സാണ് അതിലുള്ളത്. ഒരു ചീഫ് ഇലക്ഷൻ കമ്മീഷണറും 2 കമ്മീഷണേഴ്സും. ഇതിൽ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ എന്ന് പറയുന്നത് നോട്ട് ബിലോ ദ റാങ്ക് ഓഫ് സ്പെഷ്യൽ സെക്രട്ടറി ടു ഗവൺമെൻറ് ഇൻ ലോ ഡിപ്പാർട്ട്മെൻറ്റ്. അതാണ് നമ്മുടെ ഇലക്ഷൻ കമ്മീഷണറുടെ ഡെസിഗ്നേഷൻ എന്ന് പറയുന്നത്. പിന്നെ 2 കമ്മീഷണേഴ്സ് ഉണ്ടാകും. അവർ 2 പേരും നോട്ട് ബിലോ ദ റാങ്ക് ഓഫ് അഡീഷണൽ രജിസ്ട്രാർ ആയിരിക്കും. അഡീഷണൽ രജിസ്ട്രാറിൽ കുറയാത്ത റാങ്കുള്ള ഒരു ഉദ്യോഗസ്ഥൻ. പിന്നെ ഇലക്ഷൻ കമ്മീഷൻ്റെ പീരിയഡ് എന്ന് പറയുന്നത് 5 years ആണ്. 5 years ഓർ 62 ഏജ് വിച്ച് എവർ ഈസ് ഏർലിയർ എന്നുള്ളതാണ് ഇതിൻ്റെ പീരിയഡായിട്ട് പറയുന്നത്. ഓക്കെ. പിന്നെ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ്റെ സെക്രട്ടറി എന്ന് പറയുന്നത് നോട്ട് ബിലോ ദ റാങ്ക് ഓഫ് ജോയിൻറ്റ് രജിസ്ട്രാർ ആണ്. ജോയിൻറ്റ് രജിസ്ട്രാറിൽ താഴെ വരാൻ പാടില്ല സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ്റെ സെക്രട്ടറി. നോട്ട് ബിലോ ദ റാങ്ക് ഓഫ് ജോയിൻറ്റ് രജിസ്ട്രാർ. അടുത്ത ക്വസ്റ്റ്യൻ. ഓൺ ദ റിപ്പോർട്ട് ഓഫ് ദ രജിസ്ട്രാർ ദ ഗവൺമെൻറ് ഷാൾ ഓതറൈസ് ദ രജിസ്ട്രാർ ടു എക്സ്റ്റെൻഡ് ദ പീരിയഡ് ഓഫ് അഡ്മിനിസ്ട്രേറ്റർ ഫോർ എ ഫർദർ പീരിയഡ് ഓഫ്. രജിസ്ട്രാറുടെ റിപ്പോർട്ട് പ്രകാരം ഒരു അഡ്മിനിസ്ട്രേറ്ററുടെ പീരിയഡ് എത്ര നാളത്തേക്ക് കൂടി എക്സ്റ്റെൻഡ് ചെയ്യാൻ ഗവൺമെൻറ്റിനെ രജിസ്ട്രാർ ഓതറൈസ് ചെയ്യാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ബി ആണ്. 1 year ആണ് ആൻസർ. ഓക്കെ. ഇതിനെപ്പറ്റി പറയുന്ന സെക്ഷൻ എന്ന് പറയുന്നത് സെക്ഷൻ 33 ആണ്. അപ്പോയിൻമെൻറ്റ് ഓഫ് എ ന്യൂ കമ്മിറ്റി ഓർ അഡ്മിനിസ്ട്രേറ്റർ ഓൺ ഫെയിലിയർ ടു കോൺസ്റ്റിറ്റ്യൂട്ട് കമ്മിറ്റി. സെക്ഷൻ 33 ആദ്യം പറയുന്നത് രജിസ്ട്രാർ ഒരു പുതിയ കമ്മിറ്റിയെയോ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്ററെയോ അപ്പോയിൻറ്റ് ചെയ്യാനുള്ള കണ്ടീഷൻസ് എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. ഇപ്പോൾ ഒരു കമ്മിറ്റി അവരുടെ ടേം എക്സ്പയർ ആയി, പക്ഷേ ഒരു പുതിയ കമ്മിറ്റിയെ അവിടെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടില്ല എങ്കിൽ രജിസ്ട്രാർ ഒരു അഡ്മിനിസ്ട്രേറ്ററെ അവിടെ അപ്പോയിൻറ്റ് ചെയ്യും. അതല്ല, ഒരു ജനറൽ ബോഡി മാനേജിങ് കമ്മിറ്റിക്കെതിരായിട്ട് നോൺ കോൺഫിഡൻസ് മോഷൻ പാസ് ചെയ്തിട്ടുണ്ട് എങ്കിൽ ഒരു അഡ്മിനിസ്ട്രേറ്ററെ രജിസ്ട്രാർ നിയമിക്കും. അതുപോലെ എക്സിസ്റ്റിംഗ് ആ കമ്മിറ്റിയിലെ എല്ലാവരും എൻ ബ്ലോക്ക് റിസൈൻ ചെയ്തിട്ടുണ്ട് എങ്കിൽ, എന്ന് വെച്ചാൽ എല്ലാവരും ഒരുമിച്ച് റിസൈൻ ചെയ്തിട്ടുണ്ട് എങ്കിൽ, പിന്നെ അതുപോലെ റെസിഗ്നേഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് മാനേജിങ് കമ്മിറ്റിയിൽ കുറേ വേക്കൻസി വന്ന് അതിൻ്റെ ക്വാറം തികയാനുള്ള ആളുകൾ മാനേജിങ് കമ്മിറ്റിയിൽ ഇല്ല എങ്കിൽ, പിന്നെ അതുപോലെ 6 മാസം തുടർച്ചയായിട്ട് 6 മാസമായിട്ടും മാനേജിങ് കമ്മിറ്റി മീറ്റിങ്ങുകളൊന്നും വിളിച്ചു ചേർത്തില്ല എങ്കിൽ,
പിന്നെ അതുപോലെ പുതിയ കമ്മിറ്റി അവരുടെ അധികാരം ഏറ്റെടുക്കുന്നതിൽ പരാജയപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരാൻ നേരത്താണ് സെക്ഷൻ 33 പ്രകാരം രജിസ്ട്രാർ ഒരു അഡ്മിനിസ്ട്രേറ്ററെയോ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയെയോ നിയോഗിക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയിൽ നോട്ട് മോർ ദാൻ 3 മെമ്പേഴ്സാണ് അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയിൽ വരുന്നത്. അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയുടെ കാലാവധി എന്ന് പറയുന്നത് 6 മന്ത്. അഡ്മിനിസ്ട്രേറ്റർ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയുടെ കാലാവധി 6 മന്ത്സ് ആണ്. പിന്നെ ഇതിൻ്റെ അഗ്രഗേറ്റീവ് പീരിയഡ് ആണ് 1 ഇയർ. രജിസ്ട്രാർ എന്താണ് ഒരു 6 മാസം കൂടെ കാലാവധി ഇതിൻ്റെ നീട്ടിക്കൊടുക്കാറുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, along with the managing committee, dash shall have the power to call general body of a society. മാനേജിങ് കമ്മിറ്റിയെ കൂടാതെ ആർക്കൊക്കെ ഒരു സൊസൈറ്റിയുടെ ജനറൽ ബോഡി വിളിച്ചു ചേർക്കാനുള്ള പവർ ഉണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഓൾ ഓഫ് ദീസ്. എൻക്വയറി ഓഫീസർക്കും രജിസ്ട്രാർക്കും ലിക്വിഡേറ്റർക്കും എല്ലാം എന്താണ് ഒരു സൊസൈറ്റിയുടെ ജനറൽ ബോഡി വിളിച്ചു ചേർക്കാനുള്ള പവർ ഉണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഓഫ് ദ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ഷാൾ കൺസിസ്റ്റ് ഓഫ് നോട്ട് മോർ ദാൻ ഡാഷ് മെമ്പേഴ്സ്. ഒരു കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ എത്ര പേര് വരെ ആകാമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ സി ആണ്, 21. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ 21 പേരാണ് ഉണ്ടായിരിക്കുക. ഇനി നമ്മുടെ ഒരു പ്രൈമറി സൊസൈറ്റി ആണെങ്കിൽ 7 to 15 മെമ്പേഴ്സ് അതിൽ മാനേജിങ് കമ്മിറ്റിയിൽ വരാം. മിനിമം 7 പേരും മാക്സിമം 15 പേര് വരെ അതിൻ്റെ മാനേജിങ് കമ്മിറ്റിയിൽ വരാമെന്നാണ് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഡാഷ് ഷാൾ നോട്ടിഫൈ ദ ഇലക്ഷൻ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി. കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഇലക്ഷൻ നോട്ടിഫൈ ചെയ്യുന്നത് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ബി ആണ്, സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ. ഒരു ഇപ്പോൾ ഉള്ള മാനേജിങ് കമ്മിറ്റി അവരുടെ ആ ടേം തീരുന്നതിന് അറ്റ്ലീസ്റ്റ് 60 ദിവസം മുമ്പ് ഇനി വരാൻ പോകുന്ന അടുത്ത ഇലക്ഷൻ നടത്തുന്നതിന് വേണ്ട ഡേറ്റും ടൈമും പ്ലേസും എല്ലാം ഫിക്സ് ചെയ്തുകൊണ്ട് ഒരു റെസല്യൂഷൻ പാസ് ചെയ്യണം. ഈ റെസല്യൂഷൻ്റെ കോപ്പി ഒരു ആഴ്ചയ്ക്കുള്ളിൽ വിത്തിൻ 1 വീക്ക് രജിസ്ട്രാർ വഴി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷന് സെൻഡ് ചെയ്യണമെന്നാണ് പറയുന്നത്. ഇങ്ങനെ ഈ റെസല്യൂഷൻ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷന് കിട്ടിക്കഴിഞ്ഞ് അവരാണ് ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്യുന്നത്. അതിൽ റിട്ടേണിംഗ് ഓഫീസറുടെയും ഇലക്ട്രൽ ഓഫീസറുടെയും എല്ലാം ഡീറ്റെയിൽസ് എല്ലാം അടങ്ങിയിട്ടുണ്ടായിരിക്കും. ഇലക്ഷൻ്റെ ഡീറ്റെയിൽസ് എല്ലാം 2 വെർണാക്കുലർ ഡെയിലീസിലാണ് ഇലക്ഷൻ ഡീറ്റെയിൽസ് പബ്ലിഷ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ആ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ അംഗങ്ങളുടെ എണ്ണം 1000 പേരിൽ താഴെയാണ് എങ്കിൽ ഇൻ പേഴ്സൺ ആയിട്ടോ അല്ലെങ്കിൽ രജിസ്ട്രേഡ് പോസ്റ്റിലോ സ്പീഡ് പോസ്റ്റിലോ അല്ലെങ്കിൽ അംഗീകൃത കൊറിയർ സർവീസ് വഴിയോ മെമ്പേഴ്സിനെ അറിയിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, സബ്ജക്റ്റ് ടു ദ പ്രൊവിഷൻ ഓഫ് ദ ആക്ട്, ദ റൂൾ ആൻഡ് ദ ബൈലോ, ദ ഫൈനൽ അതോറിറ്റി ഓഫ് എ സൊസൈറ്റി ഷാൾ വെസ്റ്റ് ഇൻ ദ. ആക്ട്, റൂള്, ബൈലോ അതിലെല്ലാം പ്രൊവിഷൻസ് എല്ലാം വെച്ച് ഒരു സൊസൈറ്റിയുടെ ഫൈനൽ അതോറിറ്റി എന്ന് പറയുന്നത് ആരെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ സി ആണ്, ജനറൽ ബോഡിയാണ് ആൻസർ. ഒരു സൊസൈറ്റിയുടെ ഫൈനൽ അതോറിറ്റി എന്ന് പറയുന്നത് ജനറൽ ബോഡിയാണ്. സെക്ഷൻ 27 ഫൈനൽ അതോറിറ്റി ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റിയെ പറ്റി പറയുന്നത്. ഓക്കെ, അപ്പോൾ ജനറൽ ബോഡിയാണ് ഫൈനൽ അതോറിറ്റി ആയിട്ട് വരുന്നത് എന്ന് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 27. അടുത്ത ക്വസ്റ്റ്യൻ, അപ്പോയിൻമെൻറ്റ് ടു ദ പോസ്റ്റ് ഓഫ് ഇലക്ഷൻ കമ്മീഷണർ ആൻഡ് ദ കമ്മീഷണേഴ്സ് ഷാൾ ബി ഫോർ എ പീരിയഡ് ഓഫ് ഡാഷ് ഇയേഴ്സ് ഫ്രം ദ ഡേറ്റ് ഓഫ് ദ അസംഷൻ ഓഫ് ഓഫീസ് ഓർ ഡാഷ് ഇയേഴ്സ് ഓഫ് ഏജ് വിച്ചെവർ ഈസ് ഏർലിയർ. ഇലക്ഷൻ കമ്മീഷണർ അല്ലെങ്കിൽ കമ്മീഷണേഴ്സിൻ്റെ പീരിയഡ് എത്രയാണെന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ഡി ആണ്, 562. 5 വർഷം അല്ലെങ്കിൽ 62 വയസ്സ് വിച്ചെവർ ഈസ് ഏർലിയർ എന്നതാണ്
ഇലക്ഷൻ കമ്മീഷണർ അല്ലെങ്കിൽ കമ്മീഷണേഴ്സിൻ്റെ പീരിയഡ് ആയിട്ട് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇലക്ഷൻ കമ്മീഷനെ പറ്റി പറയുന്ന സെക്ഷൻ 28B റൂള് 35Bയിലാണ് ഇലക്ഷൻ കമ്മീഷനെ പറ്റിയിട്ട് പറയുന്നത്. ഗവൺമെൻറ് ഗസറ്റ് നോട്ടിഫിക്കേഷൻ വഴി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതാണ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷനെ. ഇലക്ഷൻ കമ്മീഷനിൽ നോട്ട് മോർ ദാൻ 3 മെമ്പേഴ്സാണുള്ളത്. ഒരു ചീഫ് ഇലക്ഷൻ കമ്മീഷണറും 2 കമ്മീഷണേഴ്സും. അവരുടെ കാലാവധിയാണ് പറയുന്നത് 5 വർഷം അല്ലെങ്കിൽ 62 വയസ്സ്, വിച്ച് എവർ ഈസ് ഏർലിയർ എന്ന് പറയുന്നത്. ഇതിൽ ഒരു ചീഫ് ഇലക്ഷൻ കമ്മീഷണർ എന്ന് പറയുന്നത് നോട്ട് ബിലോ ദ റാങ്ക് ഓഫ് സ്പെഷ്യൽ സെക്രട്ടറി ടു ഗവൺമെൻറ് ഇൻ ലോ ഡിപ്പാർട്ട്മെൻറ്റ് ആയിരിക്കണം. പിന്നെ അതുപോലെ 2 കമ്മീഷണേഴ്സ് എന്ന് പറയുന്നത് നോട്ട് ബിലോ ദ റാങ്ക് ഓഫ് അഡീഷണൽ രജിസ്ട്രാർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഡാഷ് മേ ഫിക്സ് ഫീ ഓർ കോസ്റ്റ് ഓഫ് ദ ഇലക്ഷൻ പ്രോസസ് ഇൻ അക്കോർഡൻസ് വിത്ത് റൂൾസ് മെയ്ഡ് ഓൺ ദിസ് ബിഹാഫ്. ഇലക്ഷൻ ഫീ അല്ലെങ്കിൽ കോസ്റ്റ് ഫിക്സ് ചെയ്യുന്നത് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ സി ആണ്, ഇലക്ഷൻ കമ്മീഷൻ. നമ്മൾ നേരത്തെ ഇതേ ഒരു ക്വസ്റ്റ്യൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇലക്ഷൻ്റെ ഫീ അല്ലെങ്കിൽ കോസ്റ്റ് ഫിക്സ് ചെയ്യുന്നത് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷനാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ ഷാൽ നോട്ടിഫൈ ദ ഇലക്ഷൻ ഓഫ് കോളേജ് കോപ്പറേറ്റീവ് സൊസൈറ്റി ത്രൂ. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ കോളേജ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ ആര് വഴിയാണ് കൊടുക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ എ ആണ്, ഓണററി സെക്രട്ടറി. അടുത്ത ക്വസ്റ്റ്യൻ, ദ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷണേഴ്സ് ഷാൾ ബി ഓഫീസേഴ്സ് നോട്ട് ബിലോ ദ റാങ്ക് ഓഫ്. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷണേഴ്സ് അവർ ഏത് റാങ്കിലുള്ളവരായിരിക്കണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ബി ആണ്, അഡീഷണൽ രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. നമ്മളിപ്പോൾ പറഞ്ഞിരുന്നു നോട്ട് മോർ ദാൻ 3 മെമ്പേഴ്സാണ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷനിൽ വരുന്നത്. അതിൽ 2 കമ്മീഷണേഴ്സ് എന്ന് പറയുന്നത് നോട്ട് ബിലോ ദ റാങ്ക് ഓഫ് അഡീഷണൽ രജിസ്ട്രാർ ആയിരിക്കും. പിന്നെ അതുപോലെ ഒരു ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഉണ്ടായിരിക്കും. അദ്ദേഹം നോട്ട് ബിലോ ദ റാങ്ക് ഓഫ് സ്പെഷ്യൽ സെക്രട്ടറി ടു ഗവൺമെൻറ് ഇൻ ലോ ഡിപ്പാർട്ട്മെൻറ്റ് ആയിരിക്കും. ഓക്കെ, പിന്നെ ഈ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ ഒരു സെക്രട്ടറി ഉണ്ട്. സെക്രട്ടറി എന്ന് പറയുന്നത് നോട്ട് ബിലോ ദ റാങ്ക് ഓഫ് ജോയിൻ്റ് രജിസ്ട്രാർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ടേം ഓഫ് ദ കമ്മിറ്റി ഇൻ ഓഫീസ് വിൽ എക്സ്പയർ വിത്തിൻ 30 days. എ ന്യൂ കമ്മിറ്റി ഷാൾ അപ്പോയിൻറ്റഡ് അസ് പെർ. ഒരു കമ്മിറ്റിയുടെ അതിൻ്റെ ടേം 30 ദിവസത്തിനുള്ളിൽ എക്സ്പയർ ആകും. അങ്ങനെയാണെങ്കിൽ ഒരു പുതിയ കമ്മിറ്റിയെ അപ്പോയിൻറ്റ് ചെയ്യുന്നതിൻ്റെ ഏത് സെക്ഷൻ അനുസരിച്ചിട്ടായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ സി ആണ്, സെക്ഷൻ 33 അനുസരിച്ചിട്ടാണ്. അപ്പോയിൻമെൻറ്റ് ഓഫ് എ ന്യൂ കമ്മിറ്റി ഓർ അഡ്മിനിസ്ട്രേറ്റർ ഓൺ ഫെയിലിയർ ടു കോൺസ്റ്റിറ്റ്യൂട്ട് കമ്മിറ്റി. സാധാരണ ഒരു കമ്മിറ്റി അതിൻ്റെ ടേം തീരുന്നതിന് അറ്റ്ലീസ്റ്റ് 60 ദിവസം മുമ്പ് ഒരു ഇലക്ഷന് വേണ്ടിയിട്ടുള്ള ഒരു റെസൊല്യൂഷൻ പാസ് ചെയ്ത് ഇലക്ഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം. പക്ഷേ 30 ദിവസത്തിനുള്ളിലും ഒരു കമ്മിറ്റിയുടെ ടേം എക്സ്പയർ ആവുകയാണ് എങ്കിൽ അത് പുതിയ കമ്മിറ്റിയെ അപ്പോയിൻറ്റ് ചെയ്യുന്ന സെക്ഷൻ 33 പ്രകാരമായിരിക്കും. അതായത് ഒരു കമ്മിറ്റിയുടെ ടേം എക്സ്പയർ ആയിട്ടും ഒരു പുതിയ കമ്മിറ്റിയെ അവർ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തില്ല എങ്കിൽ രജിസ്ട്രാർ ഒരു അഡ്മിനിസ്ട്രേറ്ററെയോ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയെയോ അവിടെ നിയോഗിക്കും. ഓക്കെ, സെക്ഷൻ 33 പ്രകാരമാണ് അത് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, നോർമലി ദ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫ് ദ സൊസൈറ്റി ഷാൾ കീപ് ഇലക്ഷൻ മെറ്റീരിയൽ ഫോർ എ പീരിയഡ് ഓഫ്. സാധാരണയായി ചീഫ് എക്സിക്യൂട്ടീവ് ഇലക്ഷൻ മെറ്റീരിയൽസ് എത്ര നാൾ സൂക്ഷിക്കണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ഡി ആണ്, 3 months ആണ്. ഇലക്ഷൻ്റെ എല്ലാ ഇതും കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ ഇലക്ഷൻ മെറ്റീരിയൽ എല്ലാം ചീഫ് എക്സിക്യൂട്ടീവിനാണ് ഹാൻഡ് ഓവർ ചെയ്യുന്നത്. ചീഫ് എക്സിക്യൂട്ടീവ് ഇത് 3 മാസം ഇത് കയ്യിൽ സൂക്ഷിക്കണമെന്നാണ് പറയുക. ഇനി ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു പരാതിയോ ഡിസ്പ്യൂട്ടോ തർക്കം അങ്ങനെ എന്തെങ്കിലും കേസുകൾ വന്നിട്ടുണ്ട് എങ്കിൽ അത് തീരുന്നത് വരെ ചീഫ് എക്സിക്യൂട്ടീവ് ഈ ഇലക്ഷൻ മെറ്റീരിയൽ സൂക്ഷിച്ചു വയ്ക്കണം.
അടുത്ത ക്വസ്റ്റ്യൻ, as per rule dash RCS give direction to a society to maintain all the accounts, books and registers up to date in proper form. ഏത് റൂള് പ്രകാരമാണ് RCS ഒരു സൊസൈറ്റിക്ക് അവരുടെ അക്കൗണ്ട്സ്, ബുക്ക്, രജിസ്റ്റേഴ്സ് ഇതെല്ലാം പ്രോപ്പർ ഫോമിൽ അപ് ടു ഡേറ്റ് ആയിട്ട് വെക്കണമെന്ന് ഡയറക്ഷൻ കൊടുക്കുന്നത് ഏത് റൂള് പ്രകാരമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ബി ആണ്, റൂള് 30 പ്രകാരമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ പ്രൊസീജിയർ റിഗാർഡിംഗ് ദ ഇലക്ഷൻ ഓഫ് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് എക്സെട്ര ബൈ ദ മെമ്പേഴ്സ് ഓഫ് കമ്മിറ്റി ഈസ് സ്പെസിഫൈഡ് ഇൻ. പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, പിന്നെ കമ്മിറ്റിയിലെ മറ്റ് മെമ്പേഴ്സ് അവരുടെ ഇലക്ഷൻ പ്രൊസീജിയറിനെ പറ്റി പറയുന്ന സെക്ഷൻ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ സി ആണ്, റൂള് 43. റൂള് 43 എന്ന് പറയുന്നത് എലക്ഷൻ ഓഫ് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് എക്സെട്ര ബൈ മെമ്പേഴ്സ് ഓഫ് കമ്മിറ്റി എന്നുള്ളതാണ്. അപ്പോൾ ഒരു പുതിയ കമ്മിറ്റീനെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം റിട്ടേണിംഗ് ഓഫീസർ ഇലക്ഷൻ കമ്മീഷനെ അറിയിച്ചിട്ടുണ്ടായിരിക്കും. പിന്നെ പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റിനെയും ഓഫീസ് ബയേഴ്സിനെ എല്ലാം തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് അതിനുള്ള എലക്ഷൻ കണ്ടക്ട് ചെയ്യാനായിട്ട് എലക്ഷൻ കമ്മീഷൻ ഒരു പ്രിസൈഡിംഗ് ഓഫീസറെ അപ്പോയിൻറ്റ് ചെയ്യും. ഇനി അതല്ലാതെ ഇപ്പോൾ എക്സിസ്റ്റിംഗ് കമ്മിറ്റിയിൽ എന്തെങ്കിലും ഒരു കാഷ്വൽ വേക്കൻസി വന്നിട്ടുണ്ടെങ്കിൽ ഓഫീസ് ബയേഴ്സിൻ്റെ, പ്രസിഡൻറ്റോ വൈസ് പ്രസിഡൻറ്റോ ട്രഷറർ അങ്ങനെ പോലുള്ള ഓഫീസ് ബയേഴ്സിൻ്റെ കാഷ്വൽ വേക്കൻസി വന്നിട്ടുണ്ട് എങ്കിൽ അങ്ങനെയുള്ള വേക്കൻസി വന്ന് 30 ദിവസത്തിനുള്ളിൽ അത് എലക്ഷൻ കമ്മീഷന് റിക്വസ്റ്റ് അയക്കണം. ഇങ്ങനെ റിക്വസ്റ്റ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ എലക്ഷൻ കമ്മീഷൻ 7 ദിവസത്തിനുള്ളിൽ ഒരു പ്രിസൈഡിംഗ് ഓഫീസറെ അപ്പോയിൻറ്റ് ചെയ്യും. ഇങ്ങനെ പ്രിസൈഡിംഗ് ഓഫീസറെ അപ്പോയിൻറ്റ് ചെയ്ത് 7 ദിവസത്തിനുള്ളിൽ പ്രിസൈഡിംഗ് ഓഫീസർ കമ്മിറ്റി മെമ്പേഴ്സിൻ്റെ ഒരു മീറ്റിംഗ് വിളിച്ചു ചേർക്കും. പിന്നെ പ്രിസൈഡിംഗ് ഓഫീസർക്കാണ് നോമിനേഷൻ പേപ്പേഴ്സ് ഒക്കെ സമർപ്പിക്കുന്നത്. ഈ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കെല്ലാം മത്സരിക്കുന്നവർ നോമിനേഷൻ പേപ്പർ സബ്മിറ്റ് ചെയ്യുന്നത് പ്രിസൈഡിംഗ് ഓഫീസർക്കാണ്. പ്രിസൈഡിംഗ് ഓഫീസറാണ് അത് നോക്കിയിട്ട് അതിൽ നിന്നുള്ള എലിജിബിൾ കാൻഡിഡേറ്റ്സ് ആരാണെന്നുള്ളത് അനൗൺസ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഒന്നിൽ ഒരു വാലിഡ് നോമിനേഷൻ എന്ന് പറയുന്നത് ഒരെണ്ണമൊക്കെ ഉള്ളൂ എങ്കിൽ ആ ഒരു കാൻഡിഡേറ്റ് ജയിച്ചതായിട്ട് പ്രിസൈഡിംഗ് ഓഫീസർ ഡിക്ലെയർ ചെയ്യും. ഇനി അഥവാ ഒന്നിലധികം വാലിഡ് നോമിനേഷൻ ഉണ്ട് എങ്കിൽ എന്താണ് അവിടെ ഒരു പോള് നടത്തും, ഇലക്ഷൻ്റെ ഒരു പോള് നടത്തും. ബാലറ്റ് പേപ്പേഴ്സും ബാലറ്റ് ബോക്സും ഒക്കെ ആയിട്ടുള്ള ഒരു പോളായിരിക്കും. ഇങ്ങനെ വോട്ട് റെക്കോർഡ് ചെയ്ത ശേഷം വോട്ട് കൗണ്ട് ചെയ്യും. എന്നിട്ട് ഈ പ്രിസൈഡിംഗ് ഓഫീസർ റിസൾട്ട് അനൗൺസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഈക്വൽ ഡിവിഷനാണ്, വോട്ട് ഈ 2 പേർക്കും ഈക്വൽ ആണ് എങ്കിൽ അവിടെ റിസൾട്ട് ഡിസൈഡ് ചെയ്യുന്നത് ലോഡ്സ് ഇട്ടിട്ടായിരിക്കും. പ്രിസൈഡിംഗ് ഓഫീസർ ലോഡ്സ് ഇടും, എന്നിട്ട് റിസൾട്ട് ഡിസൈഡ് ചെയ്യും. പിന്നെ ഇങ്ങനെ നടക്കുന്ന ഈ ഇലക്ഷൻ്റെ അതിൻ്റെ പ്രൊസീഡിങ്സ്, മീറ്റിംഗ്, അതിൻ്റെ റിസൾട്ടുകൾ ഇതെല്ലാം മിനിറ്റ്സ് ബുക്കിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. ആൻഡ് അത് പ്രിസൈഡിംഗ് ഓഫീസർ അറ്റസ്റ്റ് ചെയ്യുകയും ചെയ്യും. എന്നിട്ട് ഈ ഇലക്ഷൻ്റെ റിസൾട്ടും അതിൻ്റെ റിപ്പോർട്ട് ഇലക്ഷൻ കമ്മീഷന് അയച്ചു കൊടുക്കുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ഈ ഇലക്ഷൻ്റെ റെക്കോർഡ്സും ഡീറ്റെയിൽസും എല്ലാം നമ്മുടെ സെക്രട്ടറിക്കാണ് കൈമാറുന്നത്. സെക്രട്ടറി ഈ റെക്കോർഡും ബാലറ്റ് പേപ്പേഴ്സും എല്ലാം 3 മാസം വരെ സൂക്ഷിക്കണം. ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു ഡിസ്പ്യൂട്ട് വരികയാണ് എങ്കിൽ ആ കേസ് തീരണവരെ അത് സൂക്ഷിച്ച് വെക്കണം. ഇല്ലെങ്കിൽ 3 മാസത്തിന് ശേഷം അത് ഡിസ്ട്രോയ് ചെയ്ത് കളയാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ, ഡാഷ് ഷാൾ നോട്ട് ബി ദ ഫങ്ഷൻ ഓഫ് മാനേജിങ് കമ്മിറ്റി ഓഫ് ദി സൊസൈറ്റി. ഇതിൽ മാനേജിങ് കമ്മിറ്റിയുടെ ഫങ്ഷൻ അല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ബി ആണ്, അപ്രൂവൽ ഓഫ് ബഡ്ജറ്റ് ആണ്. ബാക്കിയെല്ലാം എന്താണ് മാനേജിങ് കമ്മിറ്റിയുടെ ഫങ്ഷൻസ് ആയിട്ട് വരുന്നതാണ്. അഡ്മിഷൻ ഓഫ് മെമ്പേഴ്സ്, അപ്പോയിൻമെൻറ്റ് ഓഫ് എംപ്ലോയീസ്, റിമൂവൽ ഓഫ് എ മെമ്പർ, അതെല്ലാം മാനേജിങ് കമ്മിറ്റിയുടെ ഫങ്ഷൻസ് ആണ്. അപ്രൂവൽ ഓഫ് ബഡ്ജറ്റ് എന്ന് പറയുന്നത് ആനുവൽ ജനറൽ ബോഡിയുടെ ഫങ്ഷനാണ് അപ്രൂവൽ ഓഫ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ദ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ ഷാൾ കണ്ടക്ട് ഇലക്ഷൻ ടു ദ. ഓപ്ഷൻ എ മാനേജിംഗ് കമ്മിറ്റി, ബി റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡി, സി ഓഫീസ് ബയേഴ്സ്, ഡി ഓൾ ഓഫ് ദീസ്. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ ഇതിൽ ഏതൊക്കെ ഇലക്ഷനുകളാണ് കണ്ടക്ട് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഓൾ ഓഫ് ദീസ്.
ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഇലക്ഷൻസ് കണ്ടക്ട് ചെയ്യുന്നത് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷനാണ്. ഇതുകൂടാതെ CCU, SCU, റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡി എന്ന് പറയുന്നത്, മാനേജിങ് കമ്മിറ്റി, ഓഫീസ് ബയേഴ്സിൻ്റെ എല്ലാ തരത്തിലുള്ള ഇലക്ഷനും കണ്ടക്ട് ചെയ്യുന്നത് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷനാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ആസ് പെർ സെക്ഷൻ 28AA ഓഫ് KCS ആക്ട്, ഇൻ ദ കമ്മിറ്റി ഓഫ് അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് these shall be reserved not less than dash seats in the committee of such banks for member who possess experience in banking or professional qualification. സെക്ഷൻ 28AA പ്രകാരം അർബൻ കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ കമ്മിറ്റിയിൽ എത്ര സീറ്റുകളാണ് ബാങ്കിങ് എക്സ്പീരിയൻസ്, പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കായിട്ട് റിസർവ് ചെയ്തിരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ബി ആണ്, 2 ആണ്. 28AA, സെക്ഷൻ 28AA എന്ന് പറയുന്നത് റിസർവേഷൻ ഫോർ പേഴ്സൺസ് വിത്ത് ബാങ്കിങ് എക്സ്പീരിയൻസ് ഓർ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ഇൻ കമ്മിറ്റി ഓഫ് അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ പറഞ്ഞു തന്നെ ബാങ്കിങ് എക്സ്പീരിയൻസും പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻസും ഉള്ളവർക്ക് അർബൻ കോപ്പറേറ്റീവ് ബാങ്കിലുള്ള റിസർവേഷൻ നോട്ട് ലെസ് ദാൻ 2 സീറ്റ്സ് എന്നാണ് പറയുക. 2ൽ കുറയാതെയുള്ള സീറ്റുകൾ, 2 സീറ്റ് ഇവർക്ക് റിസർവ്ഡ് ആണ്. ബാങ്കിങ് എക്സ്പീരിയൻസും പ്രൊഫഷണൽ ക്വാളിഫിക്കേഷനും ഉള്ളവർക്കും റിസർവ്ഡ് ആണ് എന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നെ ഇതുപോലെ സെക്ഷൻ 28A പറയുന്നത് റിസർവേഷൻ ഫോർ വുമണും SC/ST ആണ്. വുമണിന് 3 സീറ്റും SC/STക്ക് 1 സീറ്റും റിസർവ്ഡ് ആണ് എന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ സെക്ഷൻ 28(1)(c) പ്രകാരം പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റിയുടെയും അർബൻ കോപ്പറേറ്റീവ് ബാങ്കിലും 1 സീറ്റ് 25,000 രൂപയോ അതിൽ കൂടുതലോ നിക്ഷേപമുള്ളവർക്കായിട്ട് റിസർവ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ 28(1)(CA) സബ്സെക്ഷൻ 1(CA) പ്രകാരം 2 സീറ്റ് 40 വയസ്സിൽ താഴെയുള്ളവർക്കായിട്ട് റിസർവ് ചെയ്തിട്ടുണ്ട്. ഷാൾ നോട്ട് എക്സീഡ്സ് ദ ഏജ് ഓഫ് 40 ഇയേഴ്സ് എന്നാണ് പറയുന്നത്. നോമിനേഷൻ പേപ്പർ ഇവർ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് 40 വയസ്സിൽ താഴെയുള്ളവർക്ക് വേണ്ടിയിട്ട് 2 സീറ്റാണ് റിസർവ് ചെയ്തിരിക്കുന്നത്. അതിൽ 1 സീറ്റ് നോൺ റിസർവ്ഡ് കാറ്റഗറിയിലും 1 സീറ്റ് ഒരു സീറ്റ് റിസർവേഷൻ കാറ്റഗറിയിലും ഉള്ളവർക്കാണ്. അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. If the registrar on completion of the enquiry find that there is major defect in the constitution or working of the society, he may initiate actions in accordance with the provisions of section. രജിസ്ട്രാർ എൻക്വയറി കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ എന്തെങ്കിലും അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷനിലോ വർക്കിലോ എന്തെങ്കിലും ഒരു മേജർ ഡിഫക്റ്റ് എന്തെങ്കിലും കണ്ടെത്തിയിട്ടുണ്ട് എങ്കിൽ ആക്ഷൻസ് എടുക്കുന്നത് ഏത് സെക്ഷൻ പ്രകാരമായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ എ ആണ്, സെക്ഷൻ 32. സെക്ഷൻ 32 എന്ന് പറയുന്നത് സൂപ്പർ സെഷനാണ്, സൂപ്പർ സെഷൻ ഓഫ് കമ്മിറ്റി. അപ്പോൾ എന്തെങ്കിലും ഒരു മേജർ ഡിഫക്റ്റ് ഒരു സൊസൈറ്റിയിൽ എന്തെങ്കിലും ഒരു മേജർ ഡിഫക്റ്റ് അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷനിലോ വർക്കിങ്ങിലോ കണ്ടെത്തിയിട്ടുണ്ട് എങ്കിൽ രജിസ്ട്രാർ സെക്ഷൻ 32 പ്രകാരം കമ്മിറ്റീനെ സൂപ്പർസീഡ് ചെയ്യും. രജിസ്ട്രാറാണ് കമ്മിറ്റിയെ സൂപ്പർസീഡ് ചെയ്യുന്നത്. രജിസ്ട്രാർക്ക് അദ്ദേഹം സ്വന്തമായിട്ട് നടത്തിയ എൻക്വയറി മുഖേനയോ അല്ലെങ്കിൽ വിജിലൻസ് ഓഫീസറുടെ റിപ്പോർട്ടിന്മേലോ അല്ലെങ്കിൽ ഫിനാൻസിങ് ബാങ്കിലെ റിപ്പോർട്ടിന്മേലോ ഇല്ലെങ്കിൽ വിജിലൻസ് ആൻഡ് ആൻറ്റി കറപ്ഷൻ ബ്യൂറോയുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലോ കമ്മിറ്റിയെ സൂപ്പർസീഡ് ചെയ്യാൻ സാധിക്കും. അത് സെക്ഷൻ 32 പ്രകാരമാണ് ചെയ്യുന്നത്. The committee of a society shall call a special general body meeting dash after receipt of a requisition in writing from the registrar. രജിസ്ട്രാറുടെ ഇൻ റൈറ്റിങ്ങിലുള്ള റിക്വസ്റ്റ് കിട്ടി എത്ര ദിവസത്തിനകം കമ്മിറ്റി സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ് വിളിച്ചു ചേർക്കണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ബി ആണ്, വിത്തിൻ 1 month. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ അതേ ക്വസ്റ്റ്യൻ തന്നെയാണ്. സ്പെഷ്യൽ ജനറൽ ബോഡിയുടെ സെക്ഷൻ എന്ന് പറയുന്നത് സെക്ഷൻ 30 റൂള് 36 സ്പെഷ്യൽ ജനറൽ ബോഡിയെ പറ്റി പറയുന്നത്. ഇതിൽ
കമ്മിറ്റിക്കും രജിസ്ട്രാർക്കും സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ് വിളിച്ചു ചേർക്കാൻ പറ്റും. രജിസ്ട്രാറുടെ റിട്ടേൺ റിക്വസ്റ്റ്, കമ്മിറ്റിക്ക് രജിസ്ട്രാറുടെ ഒരു റിട്ടേൺ റിക്വസ്റ്റ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1 മാസത്തിനകം കമ്മിറ്റി സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ് വിളിച്ചു ചേർക്കണം. ഇങ്ങനെ രജിസ്ട്രാർ ഒരു റിക്വസ്റ്റ് കൊടുത്തിട്ടും കമ്മിറ്റി സ്പെഷ്യൽ ജനറൽ ബോഡി വിളിച്ചു ചേർത്തില്ല എങ്കിൽ രജിസ്ട്രാർക്കോ അദ്ദേഹം ഓതറൈസ് ചെയ്യുന്ന ഒരാൾക്കോ ഇത് വിളിച്ചു ചേർക്കാൻ പറ്റും. അങ്ങനെയുള്ള മീറ്റിങ്ങിന് ഒരു ക്വാറം ഉണ്ടായിരിക്കില്ല. അതിൻ്റെ എക്സ്പെൻസസ് എല്ലാം ബോൺ ചെയ്യേണ്ടത് ആ കോപ്പറേറ്റീവ് സൊസൈറ്റി തന്നെ ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് ദ കമ്മിറ്റി ഫെയിൽ ടു കൺവീൻ ദ ആനുവൽ ജനറൽ ബോഡി വിത്തിൻ 6 months ഓഫ് ദ ക്ലോസ് ഓഫ് ദ ഫിനാൻഷ്യൽ ഇയർ, ദ രജിസ്ട്രാർ ഷാൾ കൺവീൻ ഇറ്റ് വിത്തിൻ ഡാഷ് ഫ്രം ദ ഡേറ്റ് ഓഫ് എക്സ്പയറി. ഒരു സൊസൈറ്റിയിലെ കമ്മിറ്റി അവിടുത്തെ ആനുവൽ ജനറൽ ബോഡി വിളിച്ചു ചേർക്കുന്നതിൽ, ഫിനാൻഷ്യൽ ഇയർ ക്ലോസ് ചെയ്ത് 6 മാസത്തിനുള്ളിൽ ആനുവൽ ജനറൽ ബോഡി വിളിച്ചു ചേർക്കുന്നതിൽ പരാജയപ്പെടുകയാണ് എങ്കിൽ രജിസ്ട്രാർക്ക് എത്ര ദിവസത്തിനുള്ളിൽ ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് വിളിച്ചു ചേർക്കാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ സി ആണ്, 19 days ആണ് ആൻസർ. ആനുവൽ ജനറൽ ബോഡിയെ പറ്റി പറയുന്ന സെക്ഷൻ 29 ആണ്. അതായത് ഫിനാൻഷ്യൽ ഇയർ ക്ലോസ് ചെയ്ത് 6 മാസത്തിനുള്ളിൽ ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് വിളിച്ചു ചേർക്കണം. അതിൽ ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് വിളിച്ചു ചേർക്കുന്നതിൽ കോപ്പറേറ്റീവ് സൊസൈറ്റി വിളിച്ചു ചേർത്തില്ല എങ്കിൽ, അവർ ഫെയിൽ ആയിട്ടുണ്ട് എങ്കിൽ രജിസ്ട്രാർക്കോ അദ്ദേഹം ഓതറൈസ് ചെയ്യുന്ന ഒരു പേഴ്സണോ ആനുവൽ ജനറൽ ബോഡി വിളിച്ചു ചേർക്കാൻ പറ്റും. അത് അവർ ഫിക്സ് ചെയ്തിരിക്കുന്ന ആ ഡേറ്റിന് 90 ദിവസത്തിനുള്ളിൽ ഇത് വിളിച്ചു ചേർക്കണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ആഫ്റ്റർ അനൗൺസ്മെൻറ്റ് ഓഫ് റിസൾട്ട്സ് ദ റിട്ടേണിംഗ് ഓഫീസർ ഷാൾ സീൽ ഓൾ ദ മെറ്റീരിയൽ യൂസ്ഡ് ഫോർ ഇലക്ഷൻ ആൻഡ് ഹാൻഡ് ഓവർ ടു. ആൻസർ ഓപ്ഷൻ ഡി ആണ്, സെക്രട്ടറി ഓഫ് ദ സൊസൈറ്റി. എലക്ഷൻ കഴിഞ്ഞിട്ട് എലക്ഷൻ്റെ മെറ്റീരിയൽസ് എല്ലാം റിട്ടേണിംഗ് ഓഫീസർ നമ്മുടെ സെക്രട്ടറിക്ക്, സിഇഒയ്ക്ക് കൈമാറും. സിഇഒ ഇത് 3 മാസം ഈ എലക്ഷൻ മെറ്റീരിയൽസ് എല്ലാം സൂക്ഷിച്ച് വെക്കണം. ഇതിൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു കേസ് ഉണ്ട് എങ്കിൽ, എലക്ഷൻ്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു കേസ് വരികയാണെങ്കിൽ ആ കേസ് തീരുന്നത് വരെ സെക്രട്ടറി ഈ ഇലക്ഷൻ മെറ്റീരിയൽ സൂക്ഷിക്കണം എന്നാണ് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, 1 റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡി മെമ്പർ ഷാൾ റെപ്രസെൻറ്റ് അറ്റ്ലീസ്റ്റ് ഡാഷ് മെമ്പേഴ്സ്. ഒരു റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡിയിലെ മെമ്പർ എത്ര പേരെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ബി ആണ്, 50 ആണ് ആൻസർ. റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡിയെ പറ്റി പറയുന്ന സെക്ഷൻ 27 സബ്സെഷൻ 2 റൂള് 34 റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡിയെ പറ്റി പറയുന്നത്. ഒരു സൊസൈറ്റിയുടെ ഏരിയ ഓഫ് ഓപ്പറേഷൻ ഒന്നോ അതിലധികമോ താലൂക്ക് ആണെങ്കിലോ, പിന്നെ അതുപോലെ ടോട്ടൽ ആ സൊസൈറ്റിയിലെ ടോട്ടൽ നമ്പർ ഓഫ് മെമ്പേഴ്സ് എന്ന് പറയുന്നത് നോട്ട് ലെസ് ദാൻ 1000 താഴെ അല്ലെങ്കിലോ അവർക്ക് അവരുടെ ബൈലോ അമെൻമെൻറ്റ് ചെയ്തുകൊണ്ട് റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡി രൂപീകരിക്കാൻ പറ്റും. ഇതിൽ റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡിയിൽ മിനിമം 50 പേരുണ്ടായിരിക്കും, മാക്സിമം 500 പേര് വരെ റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡിയിൽ വരാം. ടോട്ടൽ മെമ്പേഴ്സിൻ്റെ ടോട്ടൽ നമ്പർ എന്ന് പറയുന്നത് 2500 അധികരിച്ചിട്ടില്ലെങ്കിൽ, 2500 വരെ ഉള്ളൂ, 2500 കൂടുതലല്ല എങ്കിൽ റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡിയിൽ 50 പേരും, പിന്നെ അതുപോലെ 2500-നും 10,000-നും ഇടയിലാണ് മെമ്പേഴ്സെങ്കിൽ, 2500-ന് മുകളിലും 10,000-ൽ താഴെയുമാണ് മെമ്പേഴ്സിൻ്റെ എണ്ണമെങ്കിൽ റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡിയിൽ 200 പേരും, അതുപോലെ 10,000-ന് മുകളിലാണ് ടോട്ടൽ നമ്പർ ഓഫ് മെമ്പേഴ്സ് എങ്കിൽ 500 പേരുമാണ് റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡിയിൽ ഉണ്ടായിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഡാഷ് സീറ്റ് ഇൻ ദ മാനേജിംഗ് കമ്മിറ്റി ഓഫ് അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്സ് റിസർവ്ഡ് ഫോർ ദ ഡെപ്പോസിറ്റേഴ്സ് ഹാവിംഗ് ഡെപ്പോസിറ്റ് ഓഫ് 10,000 ആൻഡ് മോർ. ഈ ക്വസ്റ്റ്യൻ നമ്മുടെ ലോയുടെ അമെൻമെൻറ്റ് വരുന്നതിന് മുമ്പുള്ള ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ 10,000 അല്ല, 25,000 ആണ്, 25,000 രൂപയാണ്. ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അർബൻ കോപ്പറേറ്റീവ് ബാങ്കിൽ
മാനേജിംഗ് കമ്മിറ്റിയിൽ എത്ര സീറ്റാണ് 25,000 രൂപയോ അതിൽ കൂടുതലോ നിക്ഷേപമുള്ളവർക്കായി റിസർവ് ചെയ്തിരിക്കുന്നത് എന്നാണ് ചോദ്യം. ആൻസർ ഓപ്ഷൻ സി ആണ്, 1 ആണ്. ഇത് മുമ്പ് 10,000 ആയിരുന്നു, ഇപ്പോൾ അത് 25,000 ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അർബൻ കോപ്പറേറ്റീവ് ബാങ്കിലും പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റിയിലും ഒരു സീറ്റ് 25,000 രൂപയോ അതിൽ കൂടുതലോ നിക്ഷേപമുള്ളവർക്കായിട്ട് റിസർവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇത് പറയുന്നത് സെക്ഷൻ 28 സബ്സെഷൻ 1C ഈ കാര്യം പറയുന്നത്. ഓക്കെ, പിന്നെ ഇതുപോലെ തന്നെ എല്ലാ സൊസൈറ്റികളിലും 2 സീറ്റ് 40 വയസ്സിൽ അധികരിക്കാത്ത, നോട്ട് എക്സീഡിങ് ദ ഏജ് ഓഫ് 40, 40 വയസ്സിൽ താഴെയുള്ളവർക്ക് വേണ്ടിയിട്ട് 2 സീറ്റ് റിസർവ് ചെയ്തിട്ടുണ്ട്. അതിൽ ഒരു സീറ്റ് എന്ന് പറയുന്നത് നോൺ റിസർവ്ഡ് കാറ്റഗറിയിലും ഒരു സീറ്റ് റിസർവേഷൻ കാറ്റഗറിയിലും പെടുന്നതാണ്. 40 വയസ്സെന്ന് പറയുന്നത് അവർ ഇലക്ഷന് നോമിനേഷൻ കൊടുക്കുന്ന ടൈമിൽ അവർക്ക് 40 വയസ്സിൽ താഴെ ആയിരിക്കണം. ഓക്കെ, അങ്ങനെയുള്ളവർക്കാണ് 2 സീറ്റ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഡാഷ് സീറ്റ് ഇൻ ദ മാനേജിംഗ് കമ്മിറ്റി ഓഫ് അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്സ് റിസർവ്ഡ് ഫോർ ദ ഡെപ്പോസിറ്റേഴ്സ് ഹാവിംഗ് ഡെപ്പോസിറ്റ് ഓഫ് 10,000 ആൻഡ് മോർ. ഈ ക്വസ്റ്റ്യൻ നമ്മുടെ ലോയുടെ അമെൻമെൻറ്റ് വരുന്നതിന് മുമ്പുള്ള ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ 10,000 അല്ല, 25,000 ആണ്, 25,000 രൂപയാണ്. ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അർബൻ കോപ്പറേറ്റീവ് ബാങ്കിലെ മാനേജിംഗ് കമ്മിറ്റിയിൽ എത്ര സീറ്റാണ് 25,000 രൂപയോ അതിൽ കൂടുതലോ നിക്ഷേപമുള്ളവർക്കായി റിസർവ് ചെയ്തിരിക്കുന്നത് എന്നാണ് ചോദ്യം. ആൻസർ ഓപ്ഷൻ സി ആണ്, 1 ആണ്. ഇത് മുമ്പ് 10,000 ആയിരുന്നു, ഇപ്പോൾ അത് 25,000 ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അർബൻ കോപ്പറേറ്റീവ് ബാങ്കിലും പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റിയിലും ഒരു സീറ്റ് 25,000 രൂപയോ അതിൽ കൂടുതലോ നിക്ഷേപമുള്ളവർക്കായിട്ട് റിസർവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇത് പറയുന്നത് സെക്ഷൻ 28 സബ്സെഷൻ 1C ഈ കാര്യം പറയുന്നത്. ഓക്കെ, പിന്നെ ഇതുപോലെ തന്നെ എല്ലാ സൊസൈറ്റികളിലും 2 സീറ്റ് 40 വയസ്സിൽ അധികരിക്കാത്ത, നോട്ട് എക്സീഡിങ് ദ ഏജ് ഓഫ് 40, 40 വയസ്സിൽ താഴെയുള്ളവർക്ക് വേണ്ടിയിട്ട് 2 സീറ്റ് റിസർവ് ചെയ്തിട്ടുണ്ട്. അതിൽ ഒരു സീറ്റ് എന്ന് പറയുന്നത് നോൺ റിസർവ്ഡ് കാറ്റഗറിയിലും ഒരു സീറ്റ് റിസർവേഷൻ കാറ്റഗറിയിലും പെടുന്നതാണ്. 40 വയസ്സെന്ന് പറയുന്നത് അവർ ഇലക്ഷന് നോമിനേഷൻ കൊടുക്കുന്ന ടൈമിൽ അവർക്ക് 40 വയസ്സിൽ താഴെ ആയിരിക്കണം. ഓക്കെ, അങ്ങനെയുള്ളവർക്കാണ് 2 സീറ്റ് പറഞ്ഞിരിക്കുന്നത്. എലക്ഷൻ ഫീ പറയുന്ന റൂള് 35E പ്രൊസീജിയർ ഫോർ പേയ്മെൻറ്റ് ഓഫ് ഫീ. ഓക്കെ, അപ്പോൾ കോപ്പറേറ്റീവ് സൊസൈറ്റി അല്ലെങ്കിൽ കോപ്പറേറ്റീവ് യൂണിയൻ അവരുടെ എല്ലാം ഫീസ് അത് ഫിക്സ് ചെയ്യുന്നത് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷനാണ്. ഇതിൽ അപ്പെക്സ് സൊസൈറ്റി അല്ലെങ്കിൽ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ ആണ് എങ്കിൽ അവർ കൊടുക്കേണ്ട ഫീസ് 7,500 രൂപയാണ്. ഇനി സെൻട്രൽ സൊസൈറ്റി, ഫെഡറൽ സൊസൈറ്റി അവർ കൊടുക്കേണ്ടത് 4,500 രൂപയാണ് അവരുടെ ഇലക്ഷൻ ഫീസ്. ഇനി ക്രെഡിറ്റ് സൊസൈറ്റി അല്ലെങ്കിൽ ഹൗസിംഗ് സൊസൈറ്റികൾക്കാണെങ്കിൽ 3,000 രൂപയാണ് അവരുടെ ഇലക്ഷൻ ഫീസ്. പിന്നെ ബാക്കിയുള്ള അതർ സൊസൈറ്റീസിനും CCUനും എത്രയാണ് 1,500 രൂപയാണ് ഇലക്ഷൻ ഫീസായിട്ട് വരുന്നത്. ഇനി ചില സൊസൈറ്റികൾ ഇലക്ഷൻ ഫീസിൻ്റെ പേയ്മെൻറ്റിൽ നിന്നും എക്സംപ്റ്റഡ് ആയിട്ടുണ്ട്. ചില സൊസൈറ്റികൾക്കൊന്നും ഇലക്ഷൻ ഫീ കൊടുക്കണ്ട. ഇപ്പോൾ എല്ലാ പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റീസിൽ ഇപ്പം മെജോറിറ്റി ഓഫ് മെമ്പേഴ്സ് എന്ന് പറയുന്നത് SC/ST ആണെങ്കിലും പിന്നെ അതുപോലെ ഫിസിക്കലി ഡിസേബിൾഡ് പേഴ്സൻ്റെ വെൽഫെയറിന് വേണ്ടിയിട്ട് രൂപീകരിച്ച സൊസൈറ്റികൾക്കും ഇലക്ഷൻ ഫീ കൊടുക്കേണ്ടതില്ല. പിന്നെ അതുപോലെ എല്ലാ സ്കൂൾ സൊസൈറ്റികളും ഇലക്ഷൻ ഫീസിൽ നിന്നും എക്സംപ്റ്റഡ് ആണ്. പിന്നെ എല്ലാ സൊസൈറ്റികളും അതിൻ്റെ ഫസ്റ്റ് ഇലക്ഷൻ ആണ് എങ്കിൽ ഇലക്ഷൻ ഫീ കൊടുക്കേണ്ടതില്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, റൂൾ 15A ഓഫ് ദ KCS റൂൾ 1969 സ്പെസിഫൈഡ് അബൌട്ട്. റൂള് 50A ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ബി ആണ്, ട്രെയിനിങ് പ്രോഗ്രാം. ഇതിൽ എല്ലാ ഇലക്റ്റഡ് മെമ്പേഴ്സും അതുപോലെ കോപ്റ്റ് ചെയ്യുന്ന മെമ്പേഴ്സും ട്രെയിനിങ് പ്രോഗ്രാം ഇവരെ ഇലക്ഷൻ കഴിഞ്ഞ് വിത്തിൻ 1 ഇയറിനുള്ളിൽ ഈ ട്രെയിനിങ് പ്രോഗ്രാം അറ്റൻഡ് ചെയ്തിരിക്കണമെന്നാണ് പറയുന്നത്. ഈ ട്രെയിനിങ് പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നത് അവരുടെ കൺസേൺഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ നമ്മുടെ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ, ആക്സ്തി അല്ലെങ്കിൽ ICM ഇവരൊക്കെയാണ് ട്രെയിനിങ് പ്രോഗ്രാം കണ്ടക്ട് ചെയ്യാറുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, എലക്ഷൻ ഓഫ് മെമ്പേഴ്സ് ടു ദ കമ്മിറ്റി ഓഫ് സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ
ഷാൾ ബി കണ്ടക്റ്റഡ് ബൈ ദ ആൻസർ ഓപ്ഷൻ സി ആണ്, സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ. സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ്റെ കമ്മിറ്റി ഇലക്ഷൻ കണ്ടക്ട് ചെയ്യുന്നത് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്? സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷനാണ്. ഇത് അമെൻമെൻറ്റ് വന്നപ്പോൾ വന്നൊരു മാറ്റമാണ് കേട്ടോ. ഇപ്പോൾ എല്ലാ ഇലക്ഷനും കണ്ടക്ട് ചെയ്യുന്നത് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷനാണ്. SCU, CCU, അതുപോലെ സൊസൈറ്റിയുടെ മാനേജിംഗ് കമ്മിറ്റി, പ്രസിഡൻറ്റ്, വൈസ് പ്രസിഡൻറ്റ്, റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡി, എല്ലാ ഇലക്ഷനും കണ്ടക്ട് ചെയ്യുന്നത് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷനാണ്. അടുത്ത ക്വസ്റ്റ്യൻ, 1 seat in the committee of dash shall be reserved for the members having deposit of 25,000 rupees and above. ആൻസർ ഓപ്ഷൻ ഡി ആണ്, പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റീസ് ആൻഡ് അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്. ഒരു പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റിയിലെയും അർബൻ കോപ്പറേറ്റീവ് ബാങ്കിലെയും ഒരു സീറ്റ് 25,000 രൂപയോ അതിൽ കൂടുതലോ ഡെപ്പോസിറ്റ് ഉള്ളവർക്കായി റിസർവ് ചെയ്തിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, ഇത് പറയുന്നത് സെക്ഷൻ 28(1)(c)യിലാണ്. സെക്ഷൻ 28(1)(c)യിലാണ് ഇത് പറയുന്നത്. ഓക്കെ, മുമ്പ് ഇത് 10,000 രൂപ ആയിരുന്നു. ഇപ്പോൾ അമെൻമെൻറ്റ് വന്നപ്പോഴാണ് ഇതിപ്പോൾ 25,000 രൂപ ആയിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, എ പേഴ്സൺ നോമിനേറ്റഡ് ടു ദ കമ്മിറ്റി ഓഫ് അപ്പെക്സ് ഓർ സെൻട്രൽ സൊസൈറ്റി അണ്ടർ സെക്ഷൻ 31 സബ്സെഷൻ 1. ഓപ്ഷൻ എ ഷാൾ നോട്ട് ടേക്ക് പാർട്ട് ഇൻ ദ ഡിസ്കഷൻ ഓഫ് എനി നോൺ കോൺഫിഡൻസ് മോഷൻ. ബി ഷാൾ നോട്ട് വോട്ട് ഓൺ എനി നോൺ കോൺഫിഡൻസ് മോഷൻ. സി ഷാൾ നോട്ട് ടേക്ക് പാർട്ട് ഇൻ ദ വോട്ടിംഗ് ഫോർ ദ ഇലക്ഷൻ ഓഫ് ഓഫീസ് ബയേഴ്സ്. ഡി ഓൾ ഓഫ് ദ എബവ്. അപ്പെക്സ് അല്ലെങ്കിൽ സെൻട്രൽ സൊസൈറ്റികളിലേക്ക് അണ്ടർ സെക്ഷൻ 31 സബ്സെഷൻ 1 പ്രകാരം നോമിനേറ്റ് ചെയ്തിരിക്കുന്നവരുടെ കാര്യമാണ് ചോദിച്ചിരിക്കുന്നത്. സെക്ഷൻ 31 എന്ന് പറയുന്നത് നോമിനീസ് ഓഫ് ഗവൺമെൻറ് ഓൺ കമ്മിറ്റി ഓഫ് ആൻ അപ്പെക്സ് ഓർ സെൻട്രൽ സൊസൈറ്റി. അപ്പെക്സ് അല്ലെങ്കിൽ സെൻട്രൽ സൊസൈറ്റിയിലേക്കുള്ള ഗവൺമെൻറ് നോമിനീസിനെ പറ്റിയിട്ടാണ് സെക്ഷൻ 31 പറയുന്നത്. ഇങ്ങനെയുള്ള നോമിനീസിന് എന്താണ്, നോൺ കോൺഫിഡൻസ് മോഷൻ്റെ ഡിസ്കഷനിൽ പങ്കെടുക്കാനുള്ള അധികാരം ഉണ്ടായിരിക്കില്ല. പിന്നെ അതുപോലെ നോൺ കോൺഫിഡൻസ് മോഷനിൽ വോട്ട് ചെയ്യാനുള്ള അധികാരം അവർക്ക് ഇല്ല, ഇങ്ങനെയുള്ള ഗവൺമെൻറ് നോമിനീസിന്. പിന്നെ എലക്ഷൻ, ഓഫീസ് ബയേഴ്സിൻ്റെ എലക്ഷന് വോട്ട് ചെയ്യാനും അവർക്ക് അധികാരമില്ല. അപ്പോൾ ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഓൾ ഓഫ് ദീസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഡാഷ് ഓഫ് എ പ്രൈമറി ആനന്ദ് പാറ്റേൺ മിൽക്ക് കോപ്പറേറ്റീവ് സൊസൈറ്റി ഷാൾ ബി എ വുമൺ ഓർ വുമൻ. പ്രൈമറി ആനന്ദ് മിൽക്ക് കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ പ്രസിഡന്റ് അല്ലെങ്കിൽ വൈസ് പ്രസിഡന്റ് ഒരു വുമൺ ആയിരിക്കണം എന്നാണ് പറയുന്നത്. ഇത് പറയുന്ന റൂള് 43 സബ് റൂള് 1A ഇത് പറയുന്നത്. എയ്തർ പ്രസിഡന്റ് ഓർ ദ വൈസ് പ്രസിഡന്റ് ഓഫ് ആപ്കോസ് ഷാൾ ബി എ വുമൺ. ഓക്കെ, അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാം. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. പാർട്ട് 1 വീഡിയോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. താങ്ക്